നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ എന്തിനെയോ ഭയക്കുന്നു. അല്ല, ഇളയമോള് വർഷ അമ്മയെ പിരിഞ്ഞു പോകാൻ പോകുന്ന ടെൻഷനാണോ? ഒരു ടെൻഷനും വേണ്ട, എന്നോടൊപ്പല്ലേ വരുന്നേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും വർഷയ്ക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും വരാലോ. അമ്മേ, അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, എഴുന്നേക്കമ്മേ. അമ്മേ, 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 എണീക്കമ്മേ. അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ. ചന്ദ്രു, എന്ത് പറ്റി? അറിയില്ല. ചന്ദ്രു, കണ്ണു തുറക്ക്. ചേച്ചി വർത്തനം പറഞ്ഞൊക്കെ നിന്നതാ. പെട്ടെന്ന് നമ്മ തളർന്നു വീഴായിരുന്നു. അച്ഛാ, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? പോവാം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല അച്ഛാ. ചന്ദ്രു, അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മേ, എന്താ എന്തു പറ്റി? അമ്മ കണ്ണു തുറക്കുന്നില്ല. അമ്മേ, ഞാൻ ആംബുലൻസ് വിളിക്കാം. അച്ഛാ, വേണം. അമ്മേ, അമ്മേ, ചന്ദ്രു, അമ്മേ, 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 അമ്മേ. ചന്ദ്രു, നിനക്ക് എന്താ പറ്റിയത്? പറയുന്നുണ്ട് മറ്റൊന്നും തോന്നരുത്. എല്ലാവരും ഒന്ന് മാറി നിൽക്കോ. ഞാൻ അമ്മയൊന്ന് നോക്കട്ടെ. ഇത് എന്റെയും കൂടെ അമ്മയാണല്ലോ. ഈ അമ്മയുടെ മക്കളല്ലേ ഞങ്ങളെല്ലാവരും. ഞങ്ങളിവിടെ നിന്ന് എന്താ കുഴപ്പം? നിങ്ങളും മക്കളൊക്കെ തന്നെ. ഞാൻ അമ്മയൊന്ന് പരിശോധിക്കട്ടെ. ഞാനൊരു ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ് നടത്തുന്ന ആളല്ലേ. അത്യാവശ്യം ചികിത്സ നടത്താനും അറിയാവുന്ന കൂട്ടിക്കോ. പ്ലീസ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കാം. വന്ദനജി, വർഷേ, നീ പുറത്തേക്ക് പോ. ചെല്ല്, ഓടും പോ. അച്ഛനവിടെ നിൽക്കേ. BP ലോയാ, അതിന്റെയാ. ഷുഗർ ഉണ്ടോ അമ്മയ്ക്ക്? ഇല്ല. ഇപ്പൊ ഏതായാലും പേടിക്കാനൊന്നുമില്ല. ടെൻഷൻ ഉണ്ടോ അമ്മയ്ക്ക്? അമ്മ എന്തിനെയോ ഭയക്കുന്നു. അല്ല, ഇളയമോള് വർഷ അമ്മയെ പിരിഞ്ഞു പോകാൻ പോകുന്ന ടെൻഷനാണോ? ഒരു ടെൻഷനും വേണ്ട, എന്നോടൊപ്പല്ലേ വരുന്നേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും വർഷയ്ക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും വരാലോ. ഹലോ മോളെ. അമ്മേ, ഞങ്ങളെല്ലാരും വിക്രമിന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്റെ വീട്ടുകാർ മാത്രം എത്തിയിട്ടില്ല. നമ്മുടെ കുടുംബക്കാര് പിണക്കത്തിലാണോന്ന് ചില കുഴുത്തിരും ബലവലാദികളും അർത്ഥം വെച്ച് ചോദിക്കുന്നത്. ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തമ്മേ. എന്താ ആരും ഇങ്ങോട്ട് വരാത്തെ? മോളെ, ഞങ്ങളെല്ലാം കല്യാണത്തിന് വരാനുള്ള തിരക്കിട്ടുള്ള ഒരുക്കത്തിലാ. ഞങ്ങളെല്ലാരും വരും, വന്നിരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും വന്നാ മതിയോ? മനോജ് എന്ന നാട്ടു നടപ്പ് പ്രകാരം വിവാഹം കഴിച്ചതല്ലാന്നും ഒളിച്ചോടി വന്നതാണെന്നും അറിയാവുന്ന ക്ഷുദ്രജീവികളാ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഭൂരിപക്ഷവും. എന്തെങ്കിലും ഒരു കാരണം കിട്ടി പരദൂഷണത്തിന് തിരി കത്തിക്കാൻ കാത്തിരിക്കുക കെട്ട വർഗങ്ങള്.
ആർക്കും ഒരു കുറ്റവും പറയാൻ നിങ്ങളായിട്ട് അവസരം കൊടുക്കരുത്. ഇല്ല മോളെ, ഞങ്ങളിതാ നേരത്തെ അങ്ങ് എത്തും. അച്ഛനൊരു സ്പെഷ്യൽ ചുമതല ഏറ്റെടുത്തിരിക്കുവാണല്ലോ. പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിവാഹം നടത്തിക്കുന്ന ചുമതല. അത് അച്ഛൻ മറന്നോ അമ്മ? അതൊന്നും മറന്നിട്ടില്ല. അദ്ദേഹം വിക്രമിന്റെ അച്ഛന്റെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുക. ആ കാര്യവും ഇവിടെ വന്നവരിൽ ചിലർ അറിഞ്ഞിട്ടുണ്ട്. അച്ഛനെങ്ങാനും വരാതിരുന്ന ആകെ നാണക്കേടാവും. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലമ്മേ. അയ്യോ പൊന്നുമോളെ, നീ അതോർത്ത് ടെൻഷൻ അടിക്കാതെ. അതൊക്കെ തീരുമാനിച്ച രീതിയിൽ തന്നെ നടന്നോളും. എന്നാ പിന്നെ എന്നെ ഇട്ട് ടെൻഷൻ അടുപ്പിക്കാതെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്. ഓക്കേടാ, ശരി. വിദ്യേ, ഹരിത ഇപ്പൊ വിളിച്ചിരുന്നു. അവരൊക്കെ വിക്രമിന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് ഇനി ആരും ചെല്ലാത്തതിന്റെയും കാര്യങ്ങൾ തിരക്കാത്തതിന്റെയും വല്ലാത്ത ടെൻഷനിൽ നിൽക്കുക. കല്യാണം നാളെയാണല്ലോ. എന്നെ പോലുള്ള വിഐപികളൊക്കെ സമയത്ത് എത്തിച്ചേരാറാണ് പതിവ്. ഇവനെ പോലെയും നിന്നെ പോലെയും നേരത്തെ വായി നോക്കി നിൽക്കുന്ന ശീലം എനിക്കില്ലല്ലോ. അതെ, ചേട്ടൻ എപ്പോ വേണമെങ്കിലും പോ. ഞാൻ വിക്രമിന്റെ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോയിട്ട് വരാം. ചന്ദ്രികയും കൂട്ടരെയൊക്കെ ഒന്ന് കാണണം. അപ്പൊ നമ്മുടെ മോക്ക് അത്രയും ആശ്വാസമാവുമല്ലോ. അമ്മേ, അമ്മ ഈ കല്യാണം കൂടുന്നത് ജഗന് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ജഗന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കില്ല. പെറ്റമ്മയായി എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും അവമാനിക്കുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് കാലു പിടിച്ച് ഞാൻ അപേക്ഷിച്ചിട്ടും അവൻ അതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ അവന്റെ താളത്തിനൊത്ത് തുള്ളുന്നത്? ജഗന്റെ നിലപാടും ന്യായം തന്നെയാണ്. നമ്മുടെ കുടുംബത്തെ താറടിച്ചവരുടെ ഒരു കാര്യത്തിനും സഹകരിക്കരുതെന്നാ എന്റെ ഒരു അഭിപ്രായം. ഓ, അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ, നീ കല്യാണത്തിന് പോകുന്നില്ലേ? അല്ല, അത് കല്യാണത്തിന് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്റെ വാക്കിനാരും വില കൽപ്പിക്കാത്തത് കൊണ്ട് ഞാൻ അപ്പോഴുള്ള സൗകര്യം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു മാത്രം. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്ന കാര്യം അച്ഛൻ മറന്നോന്നാ ഹരിതമോൾ എന്നോട് ചോദിച്ചത്. ഇല്ല, മറന്നിട്ടേ ഇല്ല. ചന്ദ്രികയ്ക്കും ആ തലതെറിച്ച വന്ദനയ്ക്കും കൊടുത്ത വാക്ക് ഞാൻ കൃത്യമായി പാലിക്കുമെന്ന് എന്റെ ഹരിതമോളോട് പറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.